വിവാദങ്ങൾക്കിടെ ADGP MR അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിന് ശുപാർശ. DGPയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവാദങ്ങൾ, അന്വേഷണം അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നു. അതിനിടയിലുള്ള ഈ ശുപാർശ, അതിനെ എങ്ങനെ കാണണം? സർക്കാരിന്റെ തീരുമാനം എന്തായിരിക്കും പ്രതീഷ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ DGP ആയി MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെ കൂടിയാണ് ഇപ്പോൾ വിശിഷ്ട സേവനത്തിനുള്ള ഒരു ശുപാർശ സർക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. നേരത്തെ പലതവണ ഈ വിശിഷ്ട സേവനത്തിനുള്ള ശുപാർശ കേന്ദ്രത്തിന് കൈമാറിയെങ്കിലും ഈ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് MR അജിത് കുമാറിന് എതിരായി വന്നത്. അതുകൊണ്ടാണ് ആ ശുപാർശ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇനി 2 മാസത്തോളം മാത്രമാണ്. ഈ 2 മാസത്തിനുള്ളിൽ തന്നെ DGP ആയി MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ്, അതിന് മുന്നോടിയായാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ മെഡലിനായുള്ളൊരു ശുപാർശ കൈമാറിയിരിക്കുന്നത്. നേരത്തെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ MR അജിത് കുമാറിന് ലഭിച്ചിരുന്നു. പക്ഷേ MR അജിത് കുമാർ, ADGP റാങ്കിലുള്ള MR അജിത് കുമാറിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പലതവണ അദ്ദേഹം നൽകിയ ശുപാർശ തള്ളുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സർക്കാരിന് മുന്നിൽ MR അജിത് കുമാറിന്റെ ശുപാർശ വീണ്ടും എത്തുന്നത്. DGP ശുപാർശ സർക്കാരിന് കൈമാറുമ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്നുള്ള റിമാർക്ക് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ, ഇത് മുഖ്യമന്ത്രിയുടെ ഈ ശുപാർശ മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തിയതിന് പിന്നാലെയാണ് ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശുപാർശ അംഗീകരിക്കുന്നതിൽ ഒരു വലിയ തടസ്സം ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം വ്യക്തിപരമായി മറ്റ് അന്വേഷണങ്ങൾ, വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടുകൂടി തന്നെ വ്യക്തിപരമായി മറ്റ് അന്വേഷണങ്ങൾ MR അജിത് കുമാർ നേരിടുന്നില്ല. അതുകൊണ്ട് ഒരു അനുകൂല സാഹചര്യം ഈ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് MR അജിത് കുമാറിന് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ നേരത്തെ ഈ രാഷ്ട്രപതിയുടെ മെഡലിന് വേണ്ടി MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടു എന്ന് വലിയ ആരോപണം ഉയർന്നിരുന്നു, വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. CPI അടക്കം ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ ആരോപണങ്ങൾ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അതിനൊക്കെ തന്നെ പിന്നാലെ ആ വിവാദത്തിൻ്റെ ആ ഒരു ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇപ്പോഴും ഈ നിലനിൽക്കുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ശുപാർശ MR അജിത് കുമാറിൻ്റെ പേരിൽ സർക്കാരിൽ എത്തി നിൽക്കുന്നത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ADGP MR അജിത് കുമാറിനെ DGP ആയി ഉയർത്താനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ശുപാർശയും വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.